സത്യതയുള്ളിടത്ത് വിജയം ഉണ്ടാവും, ധർമ്മമുള്ളിടത്ത് വിജയം ഉണ്ടാവും. നമ്മുടെയും ജീവിതയാത്രയിൽ നമുക്കെല്ലാവർക്കും ഈ പ്രാക്ടീസാണ് ആവശ്യം. എവിടെയാണെങ്കിലും സർവർക്കും മംഗളം ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഓരോ ചുവടുകളും, ഓരോ വാക്കുകളും, ഓരോ തീരുമാനവും. അത് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിലും, ഗവൺമെൻറ് ഓഫീസിലാണെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാവരുടെയും മംഗളം. അത് അനുകൂലികളാകട്ടെ പ്രതികൂലികളാകട്ടെ, സർവർക്കും മംഗളം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നിഷ്പക്ഷമായ നിസ്സംഗതയോടു കൂടിയ ഒരു തീരുമാനം എടുക്കണം. ഇനി നമ്മൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ചിലർക്ക് വീട്ടിലാണെങ്കിലും നമ്മുടെ മക്കളോട് തന്നെ ഒരു ഉപദേശം കൊടുത്താൽ പോലും ചിലർ വേഗം അനുസരിക്കും, ചിലർ അനുസരിക്കില്ല. അനുസരിക്കാത്തവരോട് നമുക്ക് ദയ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു എന്നിട്ട് കേട്ടില്ലല്ലോ, ശരി കേട്ടില്ല, അവർക്ക് മംഗളം ഉണ്ടാകട്ടെ, എപ്പോഴെങ്കിലും അവർക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ. കാരണം അവർക്ക് സ്വയം ചെയ്യാൻ ശക്തിയില്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അല്ല നമ്മൾ പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് ചെയ്യാനുള്ള കരുത്തില്ല. അപ്പോൾ അവർക്ക് കരുത്ത് വേണം. അതിന് നമ്മുടെ ശുഭസങ്കല്പങ്ങൾ, ഭഗവാൻ പറയണേ അവർക്ക് വേണ്ടി ശുഭഭാവന, ശുഭകാമന, അതാണ് അവർക്ക് വേണ്ട മെഡിറ്റേഷൻ. ഇനി ചിലരുണ്ട്, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ഉടനെ ചെയ്യും. ഉടനെ ചെയ്യുന്ന അർത്ഥം എന്താ? അത് അവരുടെ ക്വാളിറ്റിയാണ്, അവരുടെ എഫർട്ടാണ്, അത് അവരുടെ കഴിവാണ്. ഇനി അവർ ചെയ്തു, അവർക്ക് ഒരു മാറ്റം ഉണ്ടായി, ഞാനാ നിന്നെ നന്നാക്കിയത്, ഞാൻ കാരണമല്ലേ നന്നായി, ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ, ആ ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത്.